ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു സിമ്പിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കുക്കി. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണത് ഒരു 1/4 കപ്പ് പൊടിക്കാത്ത നമ്മുടെ പഞ്ചസാരയും പിന്നെ ഒരു 1/2 ടീസ്പൂണുള്ള നമ്മുടെ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. ശേഷം നല്ലൊരു വിസ്കർ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഇതൊന്നും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അതും കൂടി അതിലേക്ക് ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ജസ്റ്റ് അതിൻ്റെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് മാറി ഒരു വൈറ്റ് ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് പതയൊക്കെ ഒന്ന് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പം ഇതാ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. യെല്ലോ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മൈദപ്പൊടി, അതായത് ഒരു 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് 2 കപ്പ്, അതായത് ഒരു 1/4 കപ്പിൻ്റെ 2 കപ്പ്, അതായത് 1/2 കപ്പ് നമ്മൾ മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് സോൾട്ടും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കൊക്കോ പൗഡറും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മളൊരു 1/4 കപ്പ് ബാക്കി വെച്ചിട്ടില്ലേ, അത് ലാസ്റ്റ് ഈ ഘട്ടത്തിൽ ഒരുപാട് ലൂസ് ആവുന്നെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. അതും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സ്പാച്ചിലിട്ട് അല്ലെങ്കിൽ കൈയിട്ടായാലും സാരമില്ല, ഞാൻ സ്പാച്ചിൽ ഉപയോഗിച്ചതേ ഉള്ളൂ. ഫൈനലായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ വെർമസലിയോ ഏതെങ്കിലും ഒന്നായാലും സാരമില്ല. ഞാനിവിടെ ഉള്ളതുകൊണ്ട് 2 കൂടി യൂസ് ചെയ്തതേ ഉള്ളൂ. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും പിന്നെ ചോക്ലേറ്റിൻ്റെ, അതായത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ വെർമസലി, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാം കുഴച്ചിട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കണം. ബോൾസ് ആക്കുന്നതിന് മുന്നേ നമ്മൾ ഏത് ട്രെയിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത് അതൊന്ന് എണ്ണ തടവി ഗ്രീസ് ചെയ്യാൻ വെക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ടാലും സാരമില്ല, അപ്പോൾ എണ്ണ സ്കിപ്പ് ചെയ്യാം. ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഡോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വെക്കുക. കാരണം ഇത് ബേക്കായി വരുന്ന സമയത്ത് ഒന്ന് പരന്ന പോലെ ആവും. അപ്പോഴത്തേക്കും അതിന് ഒട്ടാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ സ്പേസ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചില കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം പ്രസ്സാക്കി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്ക് വയ്ക്കാനുള്ള ടൈമായി. 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 to 25 മിനിറ്റ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഓരോ ഓവനിലും ഓരോ ടെമ്പറേച്ചറാണ്, വ്യത്യാസം വരും. അപ്പം നമ്മളിതെല്ലാം റെഡിയാക്കി ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടുന്നത് ഫൈനലായിട്ട് എടുക്കുമ്പോൾ. ഇനി നമ്മൾ ചെയ്യണത് ജസ്റ്റ് ഒരു ഫിനിഷിങ് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഇതുപോലെ കുക്കിയുടെ മുകളിലേക്ക് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ലൊരു ചോക്ലേറ്റ് കുക്കിയുടേത്. അപ്പം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. പിന്നെ പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.